ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഹോപ്പ് എവരി വൺ ഈസ് ഡൂയിങ് ഫൈൻ. ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിരിക്കുന്ന മേഴ്സീസിൻ്റെ ഒരു കണ്ടൻറ്റാണ്. നിങ്ങൾ നമ്മുടെ ചാനലിൽ സ്ഥിരം വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ലെമ്പോയുടെ ഒരു വീഡിയോ കൊണ്ടുവന്നിരുന്നു, അവൻ്റെ ഒരു റെസ്യൂജ്. അത് തുഷാർബയിലെ മേഴ്സീസ് ബെൻസിൻ്റെ ഷോറൂമിലാണ് നമുക്ക് ഒരു ഇൻവിറ്റേഷൻ വരികയും നമ്മൾ അതനുസരിച്ച് പോയി വീഡിയോ എടുക്കാറ്. അപ്പോൾ ആക്ച്വലി ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഇവർ വിളിച്ചിരുന്നു. പുതിയ റേഞ്ച് ഓഫ് എസ് ക്ലാസ് വന്നിട്ടുണ്ട്. അവരുടെ 2021 സീരീസ് വണ്ടികളെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പം എസ് ക്ലാസ് ഉണ്ട്, അതിനകത്ത് GLE 45 ആ വണ്ടിയുണ്ട്. പിന്നെ മറ്റൊരു വണ്ടി നമ്മുടെ ഷോറൂമിലുള്ളതെന്ന് പറയുന്നത് മെഴ്സിഡീസിൻ്റെ GLS 600 മൈബാക്കാണ്. നമ്മുടെ ബോളിവുഡ് സ്റ്റാർസ് അല്ല, ഇപ്പോൾ രൺവീർ സിംഗ് അടുത്തിടയ്ക്ക് എടുത്ത വണ്ടിയാണ്. പിന്നെ കേരളത്തിലും ഇതിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. ഭയങ്കര ലിമിറ്റഡ് വണ്ടിയാണ്, പക്ഷേ അസാധ്യ വണ്ടിയാണ്. ഈ വണ്ടികളുടെ എല്ലാത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് ഓരോരോ വീഡിയോയുടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തുഷാർബയിലെ മെഴ്സിഡീസിൻ്റെ ഷോറൂം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നോക്കാം. സോ ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി മെഴ്സിഡീസിൻ്റെ 2021 എസ് ക്ലാസ് ആണ്. ഇത് 350D എന്ന് പറഞ്ഞൊരു മോഡലാണ്. ബേസിക് വേരിയൻ്റ് ഡീസൽ വണ്ടിയാണ്. ഫുൾ സ്പെക്ക് വണ്ടി അതിന് പാരലായിട്ട് തന്നെ കിടപ്പുണ്ട്. ഇത് 450 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ വാക്ക് അറൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് എസ് ക്ലാസിൻ്റെ 7th ജനറേഷൻ മോഡലാണ്. യൂഷ്വലി മെഴ്സിഡീസിൻ്റെ വണ്ടികളെല്ലാം മൈന്യൂട്ട് ചേഞ്ചസ് ഒക്കെ വരുത്തിയാണ് വരാറുള്ളത്. പക്ഷേ ഇത്തവണ 7th ജെൻ അടിമുടി മാറ്റങ്ങളോടെയാണ് എസ് ക്ലാസ് വന്നിരിക്കുന്നത്. സ്ട്രെയിറ്റ് അവേ നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഇതാണ് 7th ജനറേഷൻ മെഴ്സിഡീസിൻ്റെ എസ് ക്ലാസ്സിൽ വരുന്ന ആദ്യത്തെ പ്രോമിനൻറ്റ് ചേഞ്ച്. ഇതിന് മുന്നത്തെ എസ് ക്ലാസ് കണ്ടവർക്കറിയാം, ഇതിൻ്റെ ഗ്രില്ല് ടോട്ടലി ചേഞ്ച് ആണ്. നമ്മുടെ ഈ ഒരു ഗ്രില്ലുണ്ടോ, ഇവിടെ ആക്ച്വലി ഹെക്സഗൺ ഷേപ്പിലാണ് വരുന്നത്. ഇത് കാണുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഇത് ഓഡിയുടെ ഗ്രില്ലുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോയെന്ന്. ജസ്റ്റ് ജോക്കിങ്. എനിവേ, പിന്നെ ഫ്രണ്ടിൽ നോക്കുമ്പം ഇവിടെ ഒരു ക്യാമറ ഉണ്ട്. യൂഷ്വലി എസ് ക്ലാസ്സിൽ കാണുന്ന ആ ഒരു റഡാർ സിസ്റ്റമാണ് ഇവിടെ വരുന്നത്. പിന്നെ മെഴ്സിഡീസിൻ്റെ ഒരു ലോഗോ ഇവിടെ എംബഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂഷ്വലി കാണുന്ന ഒരു പ്രൊജക്റ്റ് പുറത്തോട്ട് നിൽക്കുന്ന ഒരു എംബ്ലം ഉണ്ട്. പിന്നെ അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഹെഡ് ലാംപ്സ് ആണ്. ഈ ഹെഡ് ലാംപ്സ് മൾട്ടിബീം LEDs ആണ്. 3 യൂണിറ്റായിട്ടാണ് വരുന്നത്. അതെല്ലാം ലേസർ ലൈറ്റ്സ് ആണ്. പുതിയ എസ് ക്ലാസ് റേഞ്ച് ഓഫ് സീരീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈറ്റിനകത്തൂടെ പ്രൊജക്ടറിൻ്റെ ഒരു ഫെസിലിറ്റിയാണ്. നമുക്ക് മെസ്സേജസ് ടൈപ്പ് ചെയ്തിട്ട് ലൈറ്റിലൂടെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും റോഡിലോട്ട്. ഇപ്പോൾ സേഫ്റ്റി അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പുതിയൊരു ഫീച്ചറാണ്, ഫ്യൂച്ചർ ടെക് ആണ്. ഇതുവരെ അവർ ലോസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ വണ്ടിയിലുണ്ട്. പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ബമ്പേഴ്സിൽ ഞാൻ വരുന്ന കുറച്ച് ക്രോം എലമെൻറ്റ്സ് കാണാം. ഇവിടെ ഒരു ഫിൻസ് പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ട്. പിന്നെ സെൻസേഴ്സ് വരുന്നുണ്ട്. ഓൾ അറൗണ്ട് സെൻസേഴ്സും 360 ക്യാമറയും വണ്ടിയിൽ വരുന്നുണ്ട്. താഴെയും സെൻസേഴ്സ് ഇവിടെ വരുന്നുണ്ട്. താഴെ ഇവിടെ ഈ ഒരു ലിപ്പ് ക്രോമിലാണ് വരുന്നത്. പിന്നെ വാഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോണിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ക്യാരക്ടർ ലൈൻ വരുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലോട്ട് വരാം. സൈഡ് പ്രൊഫൈൽ വരുമ്പം സൈഡ് വ്യൂമർ വരുന്നുണ്ട്. അതിലൊരു DRL കാണാം. ക്യാമറാസ് വരുന്നുണ്ട്. വണ്ടിയുടെ സറൗണ്ട് സിസ്റ്റം ക്യാമറ വർക്ക് ചെയ്യുന്നത് ഈ ക്യാമറാസ് ഒക്കെ വെച്ചിട്ടാണ്. 20 ഇഞ്ച് അലോയ് വീൽ വരുന്നുണ്ട്. ഫാക്ടറി അലോയ് വീൽസ് തന്നെയാണ്. കാർബൺ സെറാമിക് ബ്രേക്സ് ആണ് വരുന്നത്. സ്റ്റോക്ക് മിഷലിൻ്റെ ടയേഴ്സ് ആണ് വരുന്നത്. ക്രോം എലമെൻറ്റോട് കൂടിയ കിറ്റ് പ്ലേറ്റ് ആണ്. പിന്നീട് വണ്ടിയുടെ മെയിൻ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡിൽസ് ആണ്. നോർമൽ എസ് ക്ലാസ്സിലും അതിന് മുന്നോട്ടുള്ള മെഴ്സിഡീസിൻ്റെ വണ്ടികളിലെല്ലാം നമ്മൾ അകത്തുനിന്ന് ഹോൾഡ് ചെയ്തിട്ട് പുറത്തോട്ട് എടുക്കുന്ന ടൈപ്പ് ആ ഒരു ഗ്രാബ് ഹാൻഡിലാണ് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ എസ് ക്ലാസ്സിലെല്ലാം പുതിയൊരു ടെക്നോളജിയാണ്. നമ്മൾ ഹാൻഡ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ പുറത്തോട്ടാണ് വരുന്നത്. പ്രൊജക്റ്റ് ചെയ്ത് വരും. പിന്നീട് ബാക്കിലോട്ട് വരുമ്പം ഫ്രണ്ടിലെ പോലെ തന്നെ 20 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. സ്റ്റോക്ക്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ കാർബൺ സെറാമിക്സ് അല്ല വരുന്നത് ബാക്കിൽ. ഫ്രണ്ടിൽ കാർബൺ സെറാമിക്സ് ആണ്. കണ്ടോ. പിന്നെ ഇവിടെ ഒരു ഫ്യൂൽ ലിഡ് കാണാം. പിന്നെ ബാക്കിലുള്ളൊരു മെയിൻ ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ടെയിൽ പീസാണ്. ആക്ച്വലി 6th ജനറേഷൻ മെഴ്സിഡീസ് എസ് ക്ലാസ് ഇറങ്ങിയ സമയത്ത് എല്ലാവർക്കും മോസ്റ്റ് ലൈക്ഡ് ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് ആ ഒരു എസ് ക്ലാസ് ആയിരുന്നു. പക്ഷേ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് പലർക്കും ഒരു ഡ്യുവൽ ഒപ്പീനിയനാണ് വന്നിരുന്നത്. ബാക്ക് സൈഡ് എനിക്കും ബേസിക്കലി ആദ്യം ഫോട്ടോയിലൊക്കെ കണ്ട സമയത്ത് ബാക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ബാക്ക് ഏരിയ ആയിരുന്നു. പക്ഷേ ഇൻ പേഴ്സൺ കാണുമ്പം ഇറ്റ് ചേഞ്ച് മൈ മൈൻഡ്. നല്ലതാണ്. ടെയിൽ പീസ് ഫുൾ ചേഞ്ച് ആണ്. ഇത് ഫുൾ LEDs ആണ്.
ഇതിന് ഫോർമാറ്റിക്കിൻ്റെ ഒരു ലോഗോ വരുന്നുണ്ട്. ഈ ലാമ്പിൻ്റെ മേളിൽ കൂടെ തന്നെ ഒരു ക്രോം എലമെൻ്റ് ഉണ്ട്. വണ്ടിയുടെ ഫുൾ ഇങ്ങനെ പോകുന്നുണ്ട്, കണ്ടോ. പിന്നെ ഇവിടെ S350Dയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. ടിപ്പിക്കൽ മെർസിഡീസിൻ്റെ ഒരു ലോഗോ വരുന്നുണ്ട്. താഴെ സെൻസേഴ്സ് വരുന്നുണ്ട്, 4 സെൻസേഴ്സ് ബാക്കിലുണ്ട്. അതുപോലെ സൈഡിൽ വേറൊരു സെൻസർ വരുന്നുണ്ട്. എക്സോസ്റ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ എക്സോസ്റ്റ് ടിപ്പ് ഒറിജിനലാണ്, പക്ഷേ ആക്ച്വലി ഇത് ഫേക്കാണ്. എക്സോസ്റ്റ് ടിപ്പ് ഇല്ല. ആക്ച്വലി ഇതിൻ്റെ എക്സോസ്റ്റ് ടിപ്പ് അടിയിലാണ് വരുന്നത്, പുറത്തോട്ട് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നില്ല. പിന്നെ അടിയിൽ ഡിഫ്യൂസർ വരുന്നുണ്ട്. അതൊരു ഫിൻ ഒരു എലമെൻറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ചേഞ്ച് ഉണ്ടായ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ കീ ആണ്. യൂഷ്വലി മെർസിഡീസിൻ്റെ കീസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു 2006-05 ആ ഒരു സമയം തൊട്ടേ ഒരു 2018-17 ആ ഒരു റേഞ്ച് വരെയും ഏകദേശം ഒരേ കീസ് തന്നെയാണ് വരുന്നത്. ഇതാണ് മെയിനായിട്ട് വന്ന വേറൊരു വലിയ ചേഞ്ച്. നല്ലൊരു പ്രീമിയം ഫീൽ വരുന്നുണ്ട് ഈ കീയിൽ. യൂഷ്വലി മറ്റുള്ള കീസിൽ, മീൻസ് ഇതിന് മുന്നേ ഉള്ള മോഡൽസിലുള്ള കീസിലെല്ലാം ഒരു ഒരു ചീപ്പ് പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. റബ്ബറൈസ്ഡ് ബട്ടൺസ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഇത് ഒരു അലൂമിനിയം ഫിനിഷ് വരുന്നത്, ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷൊക്കെ ഉള്ളൊരു കീ ആണ്. വേറൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇത് കണ്ടോ. എനിക്ക് ആക്ച്വലി ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു എലമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോഗോ ആണ്. യൂഷ്വലി വണ്ടിയിൽ സ്റ്റിക്കറോ അല്ലെങ്കിൽ എംബ്ലം ഡയറക്റ്റ് എംബഡിയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ അതൊരു ഗ്ലാസ് പീസ് പോലെ അകത്താണ് എംബ്ലം ഇരിക്കുന്നത്. ആക്ച്വലി കീഴിൽ വരുന്നത് ലോക്ക് ബട്ടൺ വരുന്നുണ്ട്. ഈ ഒരു എംബ്ലം വരുന്നൊരു പൊസിഷൻ തന്നെയാണ് ലോക്ക് ബട്ടൺ വരുന്നത്. അൺലോക്ക് ബട്ടൺ, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ. ഇവിടെ 2 സിമ്പിൾ കണ്ടോ, ഒരെണ്ണം മേളിലോട്ട് വന്നാൽ താഴോട്ട്. നമ്മൾ ആക്ച്വലി കാലടിയിലോട്ട് വെച്ചിട്ട് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവും. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, നമുക്ക് 2 രീതിയിൽ ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഒന്ന് കീ വെച്ച് തന്നെ ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വന്നില്ല, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വണ്ടിയുടെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത്. വേറൊരു രീതി. നമ്മുടെ ലാസ്റ്റ് ജെൻ മെർസിഡീസിൻ്റെ എസ് ക്ലാസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ബൂട്ട് സ്പേസ് കുറച്ചുകൂടെ കൂടുതലാണ്. ഒരു 10% ബൂട്ട് സ്പേസ് കൂടുതലാണ് വണ്ടിയിൽ. ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്, LED. ഇവിടെ ടൂൾ കിറ്റൊക്കെ വരുന്നുണ്ട്. ഇവിടെ നെറ്റ് വരുന്നുണ്ട്, കുറച്ച് സ്റ്റോറേജ് സ്പേസ് പോലെ. പിന്നെ ബാക്കിലുള്ള വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതൊരു അംബ്രല്ല ഹോൾഡറാണ്. യൂഷ്വലി നമ്മൾ വണ്ടിയിൽ അംബ്രല്ലയൊക്കെ ജസ്റ്റ് എടുത്ത് വണ്ടിയിൽ ഇടത്തേ ഉള്ളൂ. അതേസമയം ഒരു എസ് ക്ലാസ് ഓൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് അംബ്രല്ല ഇവിടെ വെക്കാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇവിടെ അതിൻ്റെ അടിയിലും നമുക്ക് ലൈറ്റ് വരുന്നുണ്ട്. LED ഇൻഡിക്കേറ്റർ മേളിലും അതിനടിയിൽ ലൈറ്റും. നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ റോഡ് സൈഡിലൊക്കെ റോഡ് ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ എന്നിട്ട് റോഡിൽ നിർത്തിയിടുമ്പം ആക്ച്വലി നല്ലതാണ്. നമുക്ക് ബൂട്ടും ക്ലോസ് ചെയ്തേക്കാം. അടഞ്ഞിട്ട് ആക്ച്വലി കഴിഞ്ഞ ജനറേഷൻ മെർസിഡീസിൻ്റെ മെയ്ബാക്കിലൊക്കെ വരുന്ന പോലെ തന്നെ അടഞ്ഞിട്ടൊരു ഫ്ലഷ് ഫിനിഷാണ് വരുന്നത്. നമ്മൾ സാധാരണ വണ്ടിയിൽ അടയ്ക്കുന്നതിൻ്റെ തൊട്ട് ഹാർഡായിട്ടല്ല വരുന്നത്, ജസ്റ്റ് അടഞ്ഞിട്ട് പിന്നെ അതൊന്ന് സോഫ്റ്റ് ടച്ച് പോലെ ഇങ്ങനെ ക്ലോസ് ആവുകയാണ് വരുന്നത്. അതാണ് ബൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ ഈ ജനറേഷൻ എസ് ക്ലാസ്സിൽ, അതായത് 7th ജനറേഷൻ എസ് ക്ലാസ്സിൽ ഏറ്റവും വലിയൊരു പ്രോമിനൻറ്റ് ചേഞ്ച് ആയിട്ട് വന്ന മറ്റൊരു ഘടകമാണ് റിവേഴ്സ് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഇത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം. റിവേഴ്സ് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്, ഈ വണ്ടി എന്ന് പറയുമ്പം നല്ല ലോങ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതൊരു ലോങ് വീൽ ബേസ് വേർഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വളവൊക്കെ എടുക്കുമ്പോൾ നല്ല പാടാണ് ആക്ച്വലി ഈ വണ്ടി തിരിക്കാൻ. അതേസമയം ഈ വണ്ടിയിൽ ഈ ഒരു സിസ്റ്റം ഉള്ളത് പ്രകാരം, അതായത് റിവേഴ്സ് സ്റ്റിയറിംഗ്, വണ്ടിയുടെ ഫ്രണ്ട് വീല് ഇപ്പോൾ നമ്മൾ റൈറ്റിലോട്ടാണ് തിരിക്കുന്നത് വെക്കുക, ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ടേണിംഗ് റേഡിയസ് നല്ല രീതിയിൽ കുറയുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് വണ്ടി നല്ല രീതിയിൽ, അതായത് ഈസി ആയിട്ട് നമുക്കിപ്പം സിറ്റി ട്രാഫിക്കിലൂടെയും അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് വണ്ടിയുടെ എഞ്ചിൻ ബേ. വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ട്വിൻ ടർബോ ചാർജ് 3 ലിറ്റർ 6 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിൻ വിച്ച് ഈസ് മേറ്റഡ് ടു എ 9-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇസ് ഇറ്റ്സ് എ റിയൽ വീൽ ഡ്രൈവ് കാർ. പിന്നെ വണ്ടിയുടെ പവർ ഫിഗേഴ്സ് വരുമ്പോൾ 284 ഹോഴ്സ് പവർ ആൻഡ് ടോർക്ക് വരുന്നത് 600 ന്യൂട്ടൺ മീറ്റേഴ്സ് ആണ് വരുന്നത്. 0 to 100 ക്ലെയിംഡ് ഇറ്റ് ഇസ് 6.4 seconds. ഈ വണ്ടിയുടെ ഒരു വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ദിസ് കാർ ഇസ് ഫാസ്റ്റ്. ഇറ്റ്സ് റിയലി ഫാസ്റ്റ്.
ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. ലാസ്റ്റ് ജെൻ മെർസിഡീസ് എസ് ക്ലാസിനെ പോലെ തന്നെ ഇതും നല്ല വൈഡായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു ഡോറാണ്. ഫുൾ ഹാൻഡ് സ്റ്റിച്ച്ഡ് ലെതറാണ്, നാപ്പ ലെതറാണ് വരുന്നത്. ബ്ലാക്ക് തീമാണ്. വണ്ടിയുടെ ഹാൻഡ് അൺലോക്ക് ബട്ടൺ ഇതാണ്. ലോക്ക് അൺലോക്കിൻ്റെ സ്വിച്ച് ഇതാണ് വരുന്നത്. ഇത് സീറ്റിൻ്റെ കൺട്രോൾസ് ആണ്, പൊസിഷൻസ്. പിന്നെ സൈഡ് വിൻഡോസിൻ്റെ കൺട്രോൾസ് എല്ലാം ഇതാണ് വരുന്നത്. നല്ല ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷും അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. സൈഡ് വ്യൂ മിററിൻ്റെ കൺട്രോൾസ് ഇതാണ്. ഹെഡ് ലാമ്പ്സിൻ്റെ കൺട്രോൾ ഇതാണ്. താഴെ ബെർമാസ്റ്ററിൻ്റെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേറൊരു സ്വിച്ച് ഉണ്ട്, അത് ഇവിടെയാണ് വരുന്നത്. ഇത് പ്രസ് ചെയ്യുമ്പോൾ ബൂട്ട് ഓപ്പൺ ആവും. പിന്നെ താഴെ ഡോറിൻ്റെ അടിയിലൊരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്ത് കിടക്കുമ്പോൾ നൈറ്റിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണിത്. സൈഡിലൊരു സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പം മെർസിഡീസിൻ്റെ ഒരു ഗ്ലോയിങ് ലോഗോ ഇവിടെ കാണാം, റിട്ടേൺ. മുന്നേ പറഞ്ഞില്ലേ, ഓൾമോസ്റ്റ് 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി കയറിയിട്ട് ഡോർ അടയ്ക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിച്ചാൽ ഡോർ അടയ്ക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ഈ ഹാൻഡിൽ വരുന്നത് ഇവിടെയാണ്. ഇത് അടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് എക്സ്പെൻസീവ് അല്ലെങ്കിൽ എന്തുമാത്രം ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണെന്ന്. ആ ഡോർ അടയ്ക്കുന്ന സൗണ്ട് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നത്. ഇതിന് മുന്നത്തെ ജനറേഷൻ, അതായത് 6th ജനറേഷൻ എസ് ക്ലാസിനെ വെച്ച് നോക്കുമ്പോൾ ടോട്ടലി ചേഞ്ച്ഡാണ് വണ്ടി. ആദ്യം തന്നെ നോക്കുക നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ. ഇതിന് മുന്നത്തെ വണ്ടിയിൽ ഇവിടെ കുറേ സ്വിച്ചസും കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ഇങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് എക്സ്റ്റൻഡ് ആയിട്ട് ഒറ്റ പീസിലാണ് വന്നുകൊണ്ടിരുന്നത്. അതേസമയം ലേറ്റസ്റ്റ് 2021 ജനറേഷനിൽ വന്നപ്പോൾ അത് ഫുള്ളി ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഇതൊരു കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഡ്രൈവറിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. വളരെ മിനിമൽ സ്വിച്ചസ് ആണ് വണ്ടിയിൽ വരുന്നത്. നമ്മുടെ വണ്ടിയുടെ സ്പോർട്ട് മോഡ്, ഡൈനാമിക്, അങ്ങനത്തെ മോഡ് സെലക്ടർ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ വീഡിയോ വരുന്ന ആ ഒരു സ്വിച്ചും, ഹസാർഡ് ലൈറ്റ്, മെനു സെലക്ട് ചെയ്യാനുള്ളത്, ഓൺ ഓഫ് ബട്ടൺ, വോളിയം കൺട്രോൾസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഇത് ഫുൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇവിടെ ആക്ച്വലി ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വയർലെസ് ചാർജിങ്, ഫോണൊക്കെ നമുക്ക് വയർലെസ് ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. പിന്നെ ഇവിടെ യൂഷ്വലി നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ഇതിന് മുന്നത്തെ ജനറേഷൻ വണ്ടികളിലെല്ലാം കണ്ടുവന്നുകൊണ്ടിരുന്നത് USB ഔട്ടായിരുന്നു. അതേസമയം ഇതിനകത്ത് ഒരുപാട് USB-C ടൈപ്സ് വരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ 2 C ടൈപ്പ് വരുന്നുണ്ട്. ബാക്കിയൊക്കെ കാണിച്ചു തരാം. ഇവിടെ 2 C ടൈപ്പ് വരുന്നുണ്ട്. ഇതാണ് മെയിൻ ആദ്യത്തെ ഒരു സ്റ്റോറേജ് സ്പേസ്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കടഞ്ഞോളും. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഡൗൺ സൈഡായിട്ട് തോന്നിയൊരു കാര്യം, ഭയങ്കര ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആണിത്. ഇത് കണ്ടോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ പാട് വീഴും. അത്രയും സെൻസിറ്റീവാണ്. അതുപോലെ തന്നെ ഈസിലി സ്ക്രാച്ചസ് ഒക്കെ വീഴാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ ആണിത്. പിന്നെ അടുത്ത സ്റ്റോറേജ് ഈ ബട്ടൺ കണ്ടോ, നമ്മളിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആവും. ഇതും ഒരു വയർലെസ്, നമുക്ക് ഫോണൊക്കെ വയർലെസ്ലി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഷനാണ്. ഇവിടെ അതുപോലെ 2 USB-C ടൈപ്പിൻ്റെ 2 ഔട്ട് വരുന്നുണ്ട്. ക്ലോസ് ചെയ്തേക്കാം. ഇത് ഒരു ലെതർ ഫിനിഷിലാണ് വരുന്നത്. നമ്മൾ വണ്ടി ഓടിക്കാൻ ആക്ച്വലി ഇത് 9 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ഡ്രൈവൊക്കെ പോകുന്നേരം നന്നായിട്ട് റിലാക്സിങ് പൊസിഷനിൽ ഇരുന്ന് പോയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൈയൊക്കെ വെച്ച് നല്ല സൂപ്പറാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, നമ്മൾ മെയ്ബാക്ക് ലെവലിൽ വരുന്ന അതേ ഫിനിഷ് തന്നെ ഇപ്പോഴത്തെ എസ് ക്ലാസ്സിലും വരുന്നുണ്ട്. കാരണം ഈ ബട്ടണിൻ്റെയൊക്കെ ആ ഒരു ഫിനിഷും ക്വാളിറ്റിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, തൊടുമ്പോൾ മനസ്സിലാവും. പിന്നെ അടുത്ത സാധനം AC വെൻസ് ഉണ്ടോ. പണ്ടത്തെ ഇതിന് മുന്നത്തെ ജനറേഷനിലൊക്കെ ഇവിടെയായിരുന്നു AC വെൻസ് വരുന്നതെങ്കിൽ ഇതിൽ ടോട്ടലി ചേഞ്ച് ആയിട്ടാണ് വരുന്നത്. 4 AC വെൻസ് ഇവിടെയാണ് വരുന്നത്. അതും ഒരു അലൂമിനിയം ഫിനിഷിലാണ് അത് വരുന്നത് സറൗണ്ടിങ്സ്. പിന്നെ നമ്മൾ ഈ ആഡംബര നൗകകളൊക്കെ ഇല്ലേ, നല്ല വലിയ എക്സ്പെൻസീവ് യാച്ചസൊക്കെ, അതിൻ്റെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഫ്രണ്ടിൽ വരുന്നത്. കാരണം ഇതിൻ്റെ ഡാഷ് ആക്ച്വലി ഇതൊരു വുഡാണ് വരുന്നത്. അതിൽ ബ്ലാക്ക് എലമെൻറ്റ്സ് വന്നിട്ടാണ്, ഈ വുഡ് ആൻഡ് ഫിനിഷാണ് ഇവിടെ. അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ക്യാമറയിൽ. അതൊരൊറ്റ പീസായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഗ്ലോസി ബ്ലാക്ക്, പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. നമുക്കിവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്, ഗ്ലൗ ബോക്സ്. വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സൂക്ഷിക്കാം.
ഇതും ഒരു ആൽക്കണ്ടാറ, അകത്തും ആൽക്കണ്ടാറയും പുറത്ത് ലെതറാണ് വരുന്നത്. അതും ഹാൻഡ് സ്റ്റിച്ച്ഡ് ആണ്. പിന്നെ 2 AC vents ആ സൈഡിൽ വരുന്നുണ്ട്. അതും യാച്ചസിലേക്ക് പോലെ അതേപോലത്തെ അനുസരിക്കുന്ന രീതിയിലുള്ള AC vents ആണ് വരുന്നത്. പിന്നീട് വരുമ്പം ഇവിടെ നമുക്ക് ഹീറ്റും കൂളിങ്ങും ഉള്ളൊരു സംഭവമാണ്. നമുക്ക് ഇപ്പം തണുപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് വെന്റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റും. പുറത്ത് ഡീഫോഗറാണ് വരുന്നത്. ഫോഗൊന്നും കാര്യങ്ങളൊന്നും വരില്ല. ഇനി വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇതിന് മുന്നത്തെ ജനറേഷനിൽ വെച്ച് നോക്കുമ്പോൾ ബട്ടൺസ് ആയിട്ട് തന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ളതിൽ ഫുൾ ടച്ച് ആണ് വരുന്നത്. ഇത് കണ്ടോ, ഹോം ബട്ടൺ. ഇത് ആക്ച്വലി ടോഗിൾ സ്വിച്ച് ആണ്. ഇത് ബാക്ക് അടിക്കാനുള്ള ഒരു ബട്ടൺ. പിന്നെ റീസെറ്റും ക്യാൻസൽ. നമ്മുടെ വണ്ടിയുടെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. ആ സൈഡിലെ പോലെ തന്നെ ഈ സൈഡിലും ഈ ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്. 2 ജോയ്സ്റ്റിക്സ് ആണ്. ഇത് കോൾ ഫങ്ഷൻസ് ആണ്. ഹാൻഡ്സ് ഫ്രീയും അതുപോലെ തന്നെ കോൾ എടുക്കാനും കട്ട് ചെയ്യാനും പിന്നെ വോളിയം കൂട്ടാനും അതെല്ലാം ടച്ചാണ് വരുന്നത്. ഓക്കെ, ഇതും നമ്മുടെ AMG കാറുകളിലൊക്കെ പോലെ തന്നെ ആ ഒരു ഫിനിഷിലാണ് സ്റ്റിയറിംഗ് വരുന്നത്. ഇതുണ്ട്, ഇവിടെ ഒരു ഹോൾഡിങ്, നമ്മുടെ തമ്പ് ഹോൾഡ് ചെയ്യാനുള്ളൊരു ഏരിയയും അതുപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. പക്ഷേ അത് ഒരു ലക്ഷറി രീതിയിൽ അവരത് മേക്ക് ചെയ്തേക്കുവാണ്. കാരണം യൂഷ്വലി AMG വണ്ടികൾ വരുമ്പോൾ ഇതെല്ലാം ആൽക്കണ്ടാറ ഫിനിഷിലാണ് വരുന്നത്. പക്ഷേ ഇത് ഒരു നല്ല ക്വാളിറ്റി ലെതറിലാണ് വരുന്നത്. നല്ലൊരു ഫീൽ വരുന്നുണ്ട്. അത് പിന്നെ നമ്മുടെ ഗിയർ ലിവർ. വണ്ടിയിൽ സാധാരണ വണ്ടിയിൽ ഇവിടെയാണ് ഗിയർ ലിവർ വരുന്നത്. പക്ഷേ ഇതിൽ ഗിയർ ലിവർ ഇല്ല. അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നോബോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സാധാരണ മറ്റു വണ്ടികൾ വരുന്നത്. അതേസമയം മെർസിഡീസിൽ വരുന്നത് ഇതാണ് വണ്ടിയുടെ ഗിയർ നോബ്. മുകളിലോട്ട് റിവേഴ്സ്, താഴോട്ട് ഡ്രൈവ്, സെൻട്രൽ ന്യൂട്രൽ, അതുപോലെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ പാർക്ക് ലൈറ്റ് ആയിട്ടും വരും. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഇതൊരു അത്ര ക്വാളിറ്റി ഉള്ളൊരു നോബല്ല ആക്ച്വലി. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടിയിൽ കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി കൊടുക്കാമായിരുന്നു. എനിവേ, പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ്. ഇത് കണ്ടോ, ചെറിയൊരു പാഡൽ ഷിഫ്റ്റേഴ്സ്. ലക്ഷറി ടച്ച് വരുന്നതാണ്. ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിലാണ് വരുന്നത്. 2 സൈഡിലുണ്ട്. ഈ സൈഡിൽ കൂട്ടാനും ഈ സൈഡിൽ കുറയ്ക്കാനും. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെയും ഇൻഡിക്കേറ്റേഴ്സിൻ്റെയും ഒക്കെ ആ ഒരു ലിവർ ഇവിടെയാണ് വരുന്നത്. ബീമൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ഇവിടേക്കാണ് വരുന്നത്. റൈറ്റ് സൈഡിലെ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും AC vents വരുന്നുണ്ട്. അതും യാച്ചസ് സെയിം ആണ്, സിമിലർ ആണ്. ഒന്ന് മുമ്പേ പറഞ്ഞല്ലോ, വണ്ടി ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 9 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ്. ഇവിടെ ആക്സിലേറ്ററും ബ്രേക്കും പിന്നെ ഒരു ഡെഡ് പെഡലും. നമുക്ക് ഈസിലി റിലാക്സ് ചെയ്ത് ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് വണ്ടി. വണ്ടിയുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. യൂഷ്വലി സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒരു ചെറിയൊരു ബട്ടണായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിലും അവർ നല്ല ഡീറ്റെയിലിംഗ് വരുത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടുത്തേക്ക് എലമെൻറ്റ്സ് നല്ല രീതിയിൽ പ്രിസിഷനായിട്ട് വർക്ക് ചെയ്ത എലമെൻറ്റ്സ് ആണ് വരുന്നത്. ആ വണ്ടിയുടെ എക്സ്പെൻസീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു പ്രീമിയംനെസ് നമുക്ക് ഓരോ പോർഷനിലും നമുക്ക് മനസ്സിലാവും. വണ്ടി മുഴുവനും ആക്ച്വലി ലെതർ ഫിനിഷ് ആണ് വരുന്നത്. അതൊരു ബ്ലാക്ക് തീമാണ്. ഇവിടെ ആൽക്കണ്ടാറയാണ് വരുന്നത്. സൺഷെയ്ഡ് വരുന്നുണ്ട് വിത്ത് മിറേഴ്സ് ആൻഡ് ലൈറ്റ്സ്. പിന്നെ വണ്ടിയിൽ എയർ ബാഗിൻ്റെ കാര്യം, ഇവിടെ എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്ററിൽ എയർ ബാഗ് ഉണ്ട്. ആ സൈഡിലൊരു എയർ ബാഗ് ഉണ്ട്. ഡോറിലുണ്ട്. പിന്നെ വണ്ടിയിൽ ഒരു ഹിഡൻ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എവിടെയാണെന്നല്ലേ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഡിസ്പ്ലേയുടെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്കിങ്ങനെ വാലറ്റൊക്കെ സൂക്ഷിച്ച് വെക്കാം. അതുപോലെ തന്നെ എളുപ്പത്തിൽ മറന്നും പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. എന്തായാലും കൊള്ളാം. ഇത് വണ്ടിയുടെ മറ്റൊരു എന്നാ പറയുന്നത് ഒരു കൺട്രോൾ സ്റ്റേഷൻ പോലെന്ന് പറയാം. ഈ SOS കണ്ടോ, നമുക്കിപ്പോൾ എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ആക്ച്വലി എന്തെങ്കിലും നമ്പറൊക്കെ നമ്മുടെ വണ്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ SOS പ്രസ് ചെയ്താൽ ആ നമ്പറിലോട്ട് നമ്മൾ മെസ്സേജ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത് പ്രസ് ചെയ്ത് ഒറ്റ പ്രസ്സിൽ നമുക്ക് എമർജൻസി കോൺടാക്ട്സ് രണ്ടൊന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അവർക്ക് എല്ലാവർക്കും മെസ്സേജ് പോകും. നമ്മുടെ ലൊക്കേഷനും വെച്ചിട്ട് മെസ്സേജ് പോകും. നമുക്ക് മെസ്സേജ് സേവ് ചെയ്തിടാൻ പറ്റും. പിന്നെ ഇതാണ് ലൈറ്റിൻ്റെ ബട്ടൺ. അതുപോലെ തന്നെ ഇത് ബാക്കിലെ ലൈറ്റിൻ്റെ ബട്ടണാണ്. ഇത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു പാസഞ്ചർ എയർ ബാഗ് വരുന്നുണ്ട് മേളിൽ നിന്ന് താഴോട്ട്. പിന്നെ ഇതാണ് റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു യൂണിറ്റ് കണ്ടോ, ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ക്യാമറയുടെ യൂണിറ്റ്. അത് പുറത്ത് നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ. സാറ്റലൈറ്റ് നാവിഗേഷനും കാര്യങ്ങളെല്ലാം ഈ ഒരു യൂണിറ്റിലാണ് വരുന്നത്. ഈ വണ്ടിയുടെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും അതിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം വന്നിട്ടില്ല. ഫുൾ 3D ടെക്നോളജിയാണ്. ഇനി ഞാനത് കാണിച്ചു തരാം. വണ്ടി ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഓണായി. ഇതിപ്പോൾ റഷ്യനിലാണ് കൊടുത്തിരിക്കുന്നത്. കോൾ ഫംഗ്ഷൻ, നാവിഗേഷൻ, നമ്മുടെ ഫോൺ കണക്ടിവിറ്റി,
ഹൈലി റെസ്പോൺസീവായിട്ടൊരു സ്ക്രീനാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി ഇത് കണ്ടോ, നല്ല റിഫ്രഷ് ആയിട്ടുള്ളൊരു സ്ക്രീനാണ്. നമ്മൾ ഒരു എന്നാ പറയുന്നത്, ഒരു ഐപാഡൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു സ്മൂത്ത്നെസ്സിൽ ഇത് വർക്ക് ചെയ്യും. പിന്നെ കുറച്ച് ഇൻബിൽറ്റ് ആപ്സ് ഒക്കെ വരുന്നുണ്ട്. ഇത് മറ്റൊരു സാധനം, ഇത് കണ്ടോ, ഈ വണ്ടിയിൽ വേറെ അടിപൊളി ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ആംബിയൻ ലൈറ്റിംഗ് ആണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്നതിന് പോലെ അകത്തോട്ട് പ്ലഗ്ഡ് ഇൻ അല്ല, ഇത് ജസ്റ്റ് കുറച്ച് പുറത്തോട്ട് പ്രൊട്രൂഡ് ചെയ്താണ് നിൽക്കുന്നത്. അതിൻ്റെ ബാക്കിലായിട്ടാണ് ലൈറ്റ് വരുന്നത്. അടിപൊളിയാണ് ഇതിനകത്ത് ഈ ലൈറ്റിംഗ് സിസ്റ്റം, ഒന്നും പറയാനില്ല. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഈ ലൈറ്റിംഗ് ഉണ്ട് ഇതിനടിയിലും. ഇതിപ്പോൾ വെട്ടമുള്ളത് കൊണ്ട് എന്തുമാത്രം ജസ്റ്റിഫൈ ചെയ്യുന്ന എനിക്കറിയില്ല. ഇത് ആക്ച്വലി ഇതിനടിയിലൂടെ പോയിട്ട് വണ്ടിയുടെ ആ ഡോറിൻ്റെ സൈഡിലും ബാക്കിലും എല്ലാം പോകുന്നുണ്ട്. ബാക്കിലത്തെ ലൈറ്റിങ്ങിൻ്റെ കാര്യം ബാക്കിലോട്ട് കയറുമ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിപ്പോൾ കിടക്കുന്ന ഓഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞൊരു ഇതിലാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ലൈറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഓഷ്യൻ ബ്ലൂവും വരുന്നുണ്ട്, അതുപോലെ തന്നെ സറൗണ്ടിങ്ങിൽ യെല്ലോയും കൂടെ വരുന്നൊരു തീമാണ് വരുന്നത്. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ പിങ്ക് ആയി കളർ. ജംഗിൾ ഗ്രീൻ എന്ന് പറഞ്ഞൊരു അടുത്തൊരു കളറാണ് ഗ്രീൻ. പിന്നെ അൾട്രാ മറൈൻ എന്ന് പറഞ്ഞൊരെണ്ണം വരുന്നുണ്ട്, അത് ബ്ലൂവിൻ്റെ തന്നെ വേറൊരു വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഫ്രഷ് ഷയാൻ എന്ന് പറഞ്ഞൊരെണ്ണം വരുന്നുണ്ട്. അങ്ങനെ കുറേ ലൈറ്റിൻ്റെ കുറേ സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് അത് പ്രീസെറ്റഡ് ലൈറ്റിങ്സ് അല്ലാതെ തന്നെ നമുക്ക് ഇതങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഓക്കെ. ഇത് ബാക്ക് ബട്ടൺ, അതുപോലെ തന്നെ സോങ്സും കാര്യങ്ങളും എല്ലാം പ്രീസെറ്റ് ചെയ്യാം. അതേപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫുള്ളി ലോഡാണ് വണ്ടി. പിന്നെ വണ്ടിയെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഡൈനാമിക് മോഡ്സും കാര്യങ്ങളെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചർ, ESP, ട്രാക്ഷൻ കൺട്രോൾ, അതെല്ലാം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഈ പ്രീ ബിൽഡായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് നെറ്റ് ബ്രൗസിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. ഇതാണ് വണ്ടിയുടെ 360 ഡിഗ്രി ക്യാമറ. ആക്ച്വലി വണ്ടി ഇപ്പോൾ ഷോറൂമിലാണ്, എന്നിട്ടും ഷോറൂമിനകത്തെ കറക്റ്റ് വിഷ്വൽ കാണാം നമുക്ക്. ഇതിപ്പോൾ വണ്ടിയുടെ ഷോറൂമിന് പുറത്ത് കിടക്കുന്ന വണ്ടികളാണ്. അത് നമുക്ക് ക്യാമറയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ 360 ഡിഗ്രി ക്യാമറ അടിപൊളിയാണ്. ഇതാണ് ഡ്രൈവേഴ്സ് ഡിസ്പ്ലേ വരുന്നത്. ഹൈ ഡെഫിനിഷൻ സ്ക്രീനാണ്. ഇതിനകത്ത് നമുക്കിതെല്ലാം കൺട്രോൾ ചെയ്യാം. മാപ്പ് നമുക്കിവിടെ ലോഡ് ചെയ്യാം. ഡയൽസ് മാറ്റാം. ഇതൊരു ക്ലാസിക് ഡയലാണ്. ക്ലാസിക് വണ്ടികൾ ഇഷ്ടമുള്ളവർക്ക് ഈ ഡയൽ ചൂസ് ചെയ്യാം. ഇതാണ് ഒരു സ്പോർട്സ് ഡയലാണ്. നമ്മളിപ്പോൾ വാച്ചിൽ, iWatchലും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ വാച്ചിലൊക്കെ നമ്മൾ ഇൻ്റർഫേസ് ചേഞ്ച് ചെയ്തില്ലേ, അതുപോലെ നമുക്ക് വണ്ടി ഓടിക്കാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. മെർസീസിൻ്റെ ക്ലാസിക് വണ്ടികളിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡയലാണ് വരുന്നത്. ഇത് വണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും, വണ്ടിയിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇനി എത്ര ഓടും, റേഞ്ചും കാര്യങ്ങളെല്ലാം കാണിക്കാം. ആ ഒരു ഏരിയയാണിത്. കണ്ടോ, മാപ്പ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ നെറ്റ് കണക്റ്റഡ് അല്ല. മാപ്പ് ഓൺ ചെയ്ത് തരുമ്പോൾ വണ്ടിയുടെ നല്ല ഹൈ ക്വാളിറ്റിയിൽ നമുക്ക് വണ്ടി തന്നെ കാണാൻ പറ്റും. ഒരു ഗെയിമൊക്കെ കളിക്കുന്ന ഫീലിലാണ് ഇതിൻ്റെ ഒരു ക്യാമറ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഭയങ്കര ആക്യുറേറ്റ് ആണ്. ഇനി നമുക്ക് വണ്ടിയുടെ റിയർ പോർഷൻ നോക്കാം. ഫ്രണ്ടിലത്തെ ഡോർ പോലെ തന്നെ ഇതും നല്ല വൈഡായിട്ടൊരു ഡോറാണ്. ഡോറിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഇതും ഹാൻഡ് സ്റ്റിച്ച്ഡ് നാപ്പ ലെതറാണ് വരുന്നത്. ഡോറിൽ ബ്ലാക്ക് ഫിനിഷാണ്. വണ്ടി തുറക്കാനുള്ള ആ ഒരു ഹാൻഡിലാണ് വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ. പിന്നെ സീറ്റിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെയാണ് വരുന്നത്. തൈ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും ഹെഡ് സപ്പോർട്ടും എല്ലാം നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ വണ്ടിയുടെ വെന്റിലേഷനും അതേപോലെ മസാജ് സെറ്റിങ്സും എല്ലാം ഇവിടെയാണ് വരുന്നത്. ആംബിയൻ ലൈറ്റിംഗ് കാണാമോ? ഇത് കണ്ടോ, ഇതിൻ്റെ ബാക്കിലേക്കാണ് ആക്ച്വലി. ഇങ്ങനെ ഫ്ലഷ്ഡ് ഔട്ടാണ്. വണ്ടിയുടെ ഹാൻഡിൽ വരുന്ന ഈ ഒരു ഏരിയയിലാണ്. നമ്മൾ ഇങ്ങനെ നോക്കിയാൽ ആക്ച്വലി ഹാൻഡിൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല. ഒരു ടഗ്ഡ് ഇൻ ഫീലിലാണ് ഹാൻഡിൽ ഇരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ. ബാക്കിലും ബർമാസ്റ്ററിൻ്റെ ആ ഒരു സ്പീക്കർ സെറ്റ് വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് സൈഡിലുണ്ട്. അടിയിലും മറ്റേ ഫ്രണ്ടിലെ പോലെ തന്നെ ഒരു LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. സീറ്റിൻ്റെയൊക്കെ ക്വാളിറ്റി ഉണ്ടോ, എന്തൊരു കട്ടിയാണ് നോക്കിക്കേ. ഇതെല്ലാം ഹാൻഡ് സ്റ്റിച്ച്ഡ് ലെതറാണ് വരുന്നത്. പിന്നെ എക്സ്ട്രാ ഇതൊരു ഫെദർ ടച്ച് ഉള്ളൊരു പില്ലോസാണ്. എക്സ്ട്രാ ആക്സസറി ആണ്. ഈ സെൻറ്റർ സ്ക്രീനില്ലേ, അവിടുന്ന് ഒറ്റ ഒരു പീസായിട്ടാണ് ബാക്കിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഈ വണ്ടി സ്പെക്ക് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ വെച്ച് കട്ട് ഡൗൺ ആണ്.
അതല്ലാതെ തന്നെ നമുക്ക് വേറെ രീതിയിൽ സ്പെക്ക് ചെയ്യാം. ഇതൊരൊറ്റ പീസായിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിട്ട് വരും. പക്ഷേ ഇത് അങ്ങനെയല്ല. എനിവേ ഇത് ബാക്കിലത്തെ AC വെൻസ് ആണ് വരുന്നത്. ഫ്രണ്ടിലെ പോലെ തന്നെ അതേ സെയിം ഡിസൈനാണ് ഫോളോ ചെയ്യുന്നത്. ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഫോർ ടോൺ കൺട്രോളറാണ് AC-യുടെ. ക്ലൈമറ്റ് കൺട്രോളാണ്, ഫുൾ ടച്ചാണ്. ഫ്രണ്ടിലെ പോലെ തന്നെ എല്ലാം. വണ്ടിയിൽ ബട്ടൺസ് ഭയങ്കര കുറവാണ്, ഇല്ലെന്ന് തന്നെ വേണേൽ പറയാം. വണ്ടിയുടെ ഫ്രണ്ടിൽ ആക്ച്വലി ഈ കാണുന്ന കുറച്ച് ബട്ടൺസ് അല്ലാതെ ബാക്കി ബട്ടൺസ് ഒന്നുമില്ല, ഫുൾ ടച്ചാണ്. പിന്നെ ബാക്കിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു കപ്പ് ഹോൾഡറാണ് 2 എണ്ണം. ഇങ്ങനെ നമുക്ക് ബാക്കിലോട്ട് മാറ്റാം. ജസ്റ്റ് ഒരു പ്രസ്സിൽ അത് ഓപ്പൺ ആയിട്ട് വരികയും ചെയ്യും. പിന്നീട് ഇവിടെ ഒരു ടാബ്ലറ്റ് ആണ് വരുന്നത്. സാംസങ്ങിൻ്റെ ഒരു ടാബ്ലറ്റ് ആണ്. ഇപ്പോൾ ഇതൊരു നമുക്ക് റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന വണ്ടിയാണ്, ഷോറൂമിൽ വണ്ടിയാണ്. അതുകൊണ്ട് അവർ റിമൂവ് ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ബട്ടൺസിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഉണ്ടോ, ഫുൾ ബ്രഷ്ഡ് അലൂമിനിയം ഫീലിൽ നല്ലൊരു ഫീലാണ് ഈ ബട്ടൺസിനൊക്കെ. പിന്നെ ഇവിടെ ഇതിപ്പോൾ നമുക്ക് 2 രീതിയിൽ സ്പെക്ക് ചെയ്യാം വണ്ടി. ഒരു കൂളറായിട്ട് സ്പെക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇത് കണ്ടോ, നമ്മൾ ഡയറക്റ്റ് ബൂട്ടിലോട്ട് ഒരു എൻട്രിയാണ്. ആക്ച്വലി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാതെ തന്നെ ബാക്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ഇതുവഴി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് ആക്ച്വലി ഒരു ഡീസൽ വേരിയൻ്റ് ആണ്, ഒരു ബേസിക് വേരിയൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമുക്ക് ഇങ്ങനെ ഒരു 3 പേർക്ക് അത്യാവശ്യം ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിത് കൺവേർട്ട് ചെയ്യാം. പക്ഷേ യൂഷ്വലി നമ്മളിങ്ങനെയാണ് ഇത് സ്പെക്ക് ചെയ്യാറുള്ളത്. 2 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റ് ഇരിക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ സീറ്റ്, ഒന്നും പറയാനില്ല. മേളിൽ വരുന്ന ലൈറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്, ഇതാണ്ടോ ഇവിടെയൊക്കെ ലൈറ്റ്സ് ഉണ്ട്. ഇതും ടച്ച് സ്ക്രീനാണ്. ഇവിടെ ഒരു റീഡിങ് ലൈറ്റ്സ് കാണാം. ഇത് ഓഫ് ചെയ്യാൻ വേണമെങ്കിൽ എല്ലാ ലൈറ്റ്സും അറ്റ് പ്രസ് ഓഫ് എ ബട്ടൺ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് മാത്രം മതിയെങ്കിൽ നമുക്ക് കണ്ടോ ഇങ്ങനെ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ആംബിയൻ ലൈറ്റിംഗ് ഉണ്ടോ ഈ വണ്ടിയിൽ? ആംബിയൻ ലൈറ്റിംഗ് ഒന്നും പറയാനില്ല. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ആംബിയൻ ലൈറ്റിംഗ് നല്ല ജസ്റ്റിസ് കൂടെ കാണണമെങ്കിൽ രാത്രി തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യണം. പക്ഷേ രാത്രി ഷൂട്ട് ചെയ്താൽ വീഡിയോയ്ക്ക് ക്വാളിറ്റി കുറയും. പിന്നെ സൈഡിലും നമുക്ക് AC വെൻസ് വരുന്നുണ്ട്. ഫ്രണ്ടിലെ പോലെ തന്നെ യാച്ചിലൊക്കെ കാണുന്ന പോലെ ആ ഒരു ഡിസൈനിലാണ് വെൻസൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞില്ല 2 ടോണിൽ നമുക്ക് ലൈറ്റ് എന്നിട്ട് സ്പെക്ക് ചെയ്യാം, അല്ലെങ്കിൽ സിംഗിൾ ടോണിൽ നമുക്ക് സ്പെക്ക് ചെയ്യാം. ഞാനിപ്പം വണ്ടി ഓഫ് ചെയ്ത സമയത്ത് സ്പെക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ 2 ടോണിലാണ്. അത് ഈ ബ്ലൂവും ഒരു ഡാർക്ക് ബ്ലൂവും അതുപോലെ തന്നെ ഇവിടെ ഒരു കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ആണ് വരുന്നത്. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിങ്ങനെ എക്സ്റ്റെൻഡായി താഴെയും വരുന്നുണ്ട്. ഇതിങ്ങനെ ബാക്കിലൂടെയാണ് വരുന്നത്, കണ്ടോ. വണ്ടിയുടെ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വണ്ടിയിൽ ലൈറ്റ്സ് എല്ലാം ഓണാവും. പിന്നെ സീറ്റിൻ്റെ ബാക്കിൽ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയാൻ ഇത് കണ്ടോ, ജസ്റ്റ് ഒരു പേപ്പറോ അല്ലെങ്കിൽ മാഗസീനോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ള സ്റ്റോറേജ് യൂണിറ്റേ ഉള്ളൂ. ഇവിടെ USB-Cയുടെ ഔട്ട്സാണ് വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ വണ്ടിയിൽ ഒരുപാട് C ടൈപ്സ് വരുന്നുണ്ട്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് വണ്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ അവർ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു പവർ സോക്കറ്റ് ഉണ്ട് 12 വോൾട്ടിൻ്റെ. ഇതിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റി ഉണ്ടോ, ഇവിടെ ഈ ഒരു ഏരിയ തന്നെ അവർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അലൂമിനിയം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് അതായത് സോഫ്റ്റ് ടച്ചിലാണ് അത് വരുന്നത്. ക്ലോസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇനി ഞാൻ വണ്ടിയുടെ സീറ്റിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് സിസ്റ്റം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇപ്പം സീറ്റ് ഈ ഒരു പൊസിഷൻ നമുക്ക് കാണാമല്ലോ. ഈ ഒരു ബട്ടൺ നമ്മൾ ആക്ച്വലി സോഫ്റ്റ് ടച്ചാണ്. സീറ്റ് മൂവ് ചെയ്യുന്നതാണ്. സീറ്റ് ആക്ച്വലി ബാക്കിലോട്ട് മൂവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് സപ്പോർട്ട്. കണ്ടോ, ഇത്രയും നമുക്ക് സീറ്റ് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ S-Class ആക്ച്വലി ഒരു ബിസിനസ് പേഴ്സൺസ് കാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം യൂഷ്വലി ഓണർ ശരിക്കും ബാക്കിലായിരിക്കും ഇരിക്കുന്നത്.
അപ്പം അങ്ങനെ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വണ്ടി സ്പെക്ക് ചെയ്തേക്കുന്നത്. നമുക്ക് അത്ര ലക്ഷൂറിയസ് ആയിട്ട് വണ്ടിയുടെ സസ്പെൻഷൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ഒരു റോഡിൽ ഇന്ത്യൻ റോഡ്സിൻ്റെ ഒക്കെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഗട്ടറിലൊന്നും വേണം അറിയത്ത് പോലുമില്ല. പക്ഷേ വണ്ടി അതേസമയം വണ്ടി കുറച്ച് ലോവാണ്, അടി തട്ടാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ വണ്ടി യാത്ര ചെയ്യുമ്പോൾ നമ്മളൊന്നും അറിയില്ല പുറത്തെ കാര്യങ്ങളൊന്നും. അത്ര അടിപൊളിയാണ്. ഇനി നമുക്ക് ഹെഡ് റെസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നമ്മൾ മേലോട്ടാക്കി കഴിഞ്ഞാൽ ഹെഡ് റെസ്റ്റ് മേലോട്ട് പോകും, അതേസമയം താഴോട്ടാക്കി കഴിഞ്ഞാൽ ഹെഡ് റെസ്റ്റ് താഴെ. അങ്ങനെയാണ്. ഓക്കെ, ഇതൊക്കെയാണ് സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ സീറ്റിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ മെയ് ബാക്ക് വേർഷൻ വരുമ്പോൾ ഇതിനടിയിലോട്ട് ഇങ്ങനെ ഒരു സപ്പോർട്ട് കൂടെ വരുന്നുണ്ട്, പക്ഷേ ഇതിലതില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമും ഒക്കെ നന്നായിട്ടുണ്ട്. ബാക്കിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എൻ്റെ പുറത്തോട്ട് ഇറങ്ങാം. നമ്മൾ മെയ് ബാക്കിലൊക്കെ കണ്ട പോലെ തന്നെ ഈ വണ്ടിയിലും മറ്റേ പ്ലഷ്ഡ് ഫീലിലുള്ള ആ ഒരു ഡോറാണ്. കാരണം നമ്മൾ ഹാർഡായിട്ട് അടയ്ക്കൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഇവിടെ കൊണ്ടുവരിക, ഇത്രേ ഉള്ളൂ. വണ്ടി ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് ഇതകത്തോട്ട് പോകുന്നതായിരിക്കും. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാൻ സമയമായി. നമ്മുടെ S-Class 350Dയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ്, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള വണ്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് DM ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇനിയും ഇതുപോലത്തെ പുതിയ കണ്ടന്റ്, പുതിയ വണ്ടികളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, സുബമഗി സൈനിങ് ഓഫ്. ബൈ.